എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നെന്മാറ പൂരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടിരുന്നിട്ടുള്ള ക്ഷീണത്തിൽ വന്നിട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടില്ലേ വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നെന്മാറ പൂര വിശേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മളിന്ന് പാലക്കാട് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയിന്ന് രാത്രിയിലത്തേക്കുള്ള നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ ഒരുപാട് വിവിധ വെറൈറ്റികൾ പാലക്കാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറിയില്ലേ, ചിക്കൻ ഉണ്ടാവില്ല, അത് കുമ്പളങ്ങയിൽ ഇട്ടിട്ട് അവർ കറി വെക്കും കേട്ടോ. അത് ഇവിടുത്തെ മെയിൻ സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ തലേദിവസം കല്യാണത്തിൻ്റെ തലേദിവസം ചെമ്മീൻ കറിയൊക്കെ വെക്കൂലേ, അതുപോലെയാണ് ഇവിടെ കുമ്പളങ്ങയും ചിക്കൻ കറിയും വെക്കുക കേട്ടോ. കുമ്പളങ്ങയും ചിക്കനും കൂടി മിക്സ് വെക്കുക. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചിക്കൻ വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കുശാലായിട്ട് കിടന്നുറങ്ങി ഞങ്ങൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലത്തെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവരുടെ വീടിൻ്റെ മുന്നിലെന്ന് വെച്ചാൽ വയലാണ് കേട്ടോ. അതിങ്ങനെ നെല്ലാണെന്നറിയില്ല, അതിങ്ങനെ മൂർന്നിട്ട് ഇങ്ങനെ അത് കത്തിക്കൂലേ, ആ കത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ബ്ലാക്ക് കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. വേറെ നമ്മൾ പുറത്തെവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നിന്ന് തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും നല്ല വ്യൂസ് കിട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ പാലക്കാട് ജില്ലയിലുള്ളത്. അപ്പം ഏട്ടൻ പറഞ്ഞു, രാവിലെ തന്നെ എഴുന്നേറ്റേട്ടൻ പറഞ്ഞു നമുക്കിന്ന് പുഴയിൽ പോയിട്ട് കുളിച്ചാലോ എന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി പോയത് ഗായത്രി പുഴ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞത്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പം നമ്മളെന്നാൽ പിന്നെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കലാന്ന് കേട്ടോ. എല്ലാവരും ബ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ബ്രഷ് ചെയ്തിട്ട് കുളി അവിടെ നിന്ന് പാസ്സാക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പതിയെ ഇവരെ കുളിയൊന്ന് കാണാമെന്ന് വെച്ചിട്ട് പോകുന്നുണ്ട്. പുഴയൊക്കെ കാണാമല്ലോ. നമ്മുടെ നാട്ടിൽ പുഴയൊക്കെ കുറവാണ്. ബീച്ച് ഏരിയാസ് ഉണ്ടാവും ഒരുപാട്. അതുപോലെ തന്നെ തോട്, കുഞ്ഞു കുഞ്ഞു തോടൊക്കെ കാണുന്നില്ലേ ഉള്ളൂ. വലിയ പുഴയിലൊക്കെ പോയിട്ട് കുളിച്ചിട്ടുള്ള ഫീലിങ്സ് ഒന്നും നമുക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആച്ചൂട്ടനും ആരോട്ടനും പ്രത്യേകിച്ച് അവരൊന്നും പുഴയിൽ ഇറങ്ങിയിട്ട് ഇതുവരെ കുളിച്ചിട്ടോ, തോട്ടിൽ പോലും അറ്റ്ലീസ്റ്റ് ഇറങ്ങിയിട്ട് കുളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് പുഴ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കഴിക്കാമല്ലോ എന്നുള്ള പ്ലാനിങ്ങിൽ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ മാങ്ങയെല്ലാം കണ്ടിട്ട് അച്ചൂട്ടനും ആരോട്ടും ഇങ്ങനെ നോക്കി നിൽക്കലാന്ന് കേട്ടോ. നിറയെ മാങ്ങയാണ്. മാങ്ങേൻ്റെ സീസൺ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ പടുത്ത മാങ്ങ നിറയെ പറിച്ച് കഴിക്കാമല്ലോ എന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഒരു മൂത്ത് വരുന്നേ ഉള്ളൂ, അധികം മൂപ്പ് എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് പച്ച മാങ്ങ ആയതുകൊണ്ട് പറിക്കേണ്ടെന്ന് വെച്ച് നിന്നു കേട്ടോ. നിറയെ ഇങ്ങനെ നിലത്ത് മുട്ടുന്ന രീതിയിലുള്ള തൂങ്ങി നിൽക്കുന്ന വെറൈറ്റി മാങ്ങകൾ പാലക്കാട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ പുഴേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക, ഒഴുക്ക് കൂടുതലാണ്, കുട്ടികൾക്ക് അങ്ങനെ കളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് മാത്രം കളിക്കാൻ വേണ്ടിയിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പുഴയിലേക്ക് നമ്മൾ പോകാൻ കേട്ടോ. അപ്പം സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മളെ സിനിമയിലൊക്കെ കാണുന്നില്ലേ ആ ഒരു വെള്ള ആ ഒരു ഇത് കണ്ടോ, ഈ ഒരു സംഭവം നമ്മുടെ കാറ്റാടി പോലത്തെ ആ ഒരു സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അധികം മഞ്ജു വാര്യർ ഏതൊക്കെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ട് സീനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും കേട്ടോ. എത്ര നമ്മൾ വീഡിയോസും ഫോട്ടോസും എടുത്താൽ നമുക്ക് മതിയാവില്ല. നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭാഗത്ത് പ്രത്യേകിച്ചും. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പുഴയിലേക്ക് ഇറങ്ങി കേട്ടോ. ഒരുപാട് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അതായത് കെട്ടി നിൽക്കുന്ന വെള്ളമല്ല കേട്ടോ, പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ ഡാമിൽ നിന്നുള്ള വെള്ളമില്ലേ, ആ ഡാമിലെ വെള്ളം ഇതിൽ കൂടിയാണ് വരുന്നതെന്നാണ് കേട്ടോ പറയാം. ഗായത്രി പുഴ എന്ന് തന്നെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പം എന്നിരുന്നാലും എന്തേലും പുഴയാവട്ടെ, എന്നിരുന്നാലും ആച്ചോട്ടനും ആരോട്ടനും ഫുൾ ഹാപ്പിയായി കേട്ടോ. കാരണം ഈ ഒരു ചൂടത്ത് ഭയങ്കര ചൂടാണ് പാലക്കാട്. എല്ലാ ജില്ലയിലും നല്ല ചൂടാണ്, പക്ഷേ എല്ലാ ജില്ലയിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് ജില്ലയിലാണ്. ആ ചൂടിൽ നിന്നും ഒരു രക്ഷ കേട്ടോ. പുഴയിലെ കുളി എന്ന് പറയുന്നത് കിഡിലായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം ഇവർ കുളിക്കുന്ന കണ്ടപ്പം ഭയങ്കര രസം തോന്നി കേട്ടോ. പക്ഷേ നമ്മൾ കുളിക്കാനൊന്നും ഇറങ്ങിയില്ല, ഇവർ കുളിക്കുന്നത് നോക്കിയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ആദ്യം ആരോട്ടനും അച്ചൂട്ടനും പേടിച്ചിട്ടാണെന്നറിയില്ല, പേടിച്ചിട്ട് മാത്രമല്ല ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആദ്യമൊക്കെ. പക്ഷേങ്കിൽ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടപ്പം എന്താ പറയുക, ഇറങ്ങണമെന്ന് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുപ്പായൊക്കെ ഊരിയിട്ട് ഒറ്റ തുള്ളലെങ്കിൽ തുള്ളി കേട്ടോ. പക്ഷേങ്കിൽ തുള്ളാനൊന്നും വിട്ടില്ലേ, കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി വിട്ടു. അവർ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികേടൊന്നും ഇല്ല കേട്ടോ. മീൻസ് ഇപ്പോൾ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഒഴുക്കി വിടാത്ത നല്ലൊരു പുഴയായിരുന്നു. നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെയുള്ളവർ പറഞ്ഞു അധികം ആൾക്കാർ ഇവിടെ വന്നിട്ട് കുളിക്കലുണ്ട്, നീന്തി കുളിക്കലുണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ശരിയാണ്, നമ്മളവിടെ നിന്ന് വരുന്നതിന് കുറേ ആൾക്കാർ നീന്തി കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ലോണം നീന്തൽ പഠിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു പുഴയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത്. എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് കുറച്ച് സമയം ആരൂട്ടനും അച്ചൂട്ടനും ഒന്ന് കളിപ്പിച്ചു, നീന്തി കളിപ്പിച്ചില്ല, ഒന്ന് വെള്ളത്തിൽ
വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അവർക്ക് നീന്താൻ അറിയില്ല കേട്ടോ. ഈ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ മസ്റ്റായിട്ടും നീന്തൽ പഠിപ്പിക്കുന്നത് ബെറ്ററാണെന്ന് തോന്നി കേട്ടോ. കാരണം ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് നീന്തൽ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളെ നാട്ടിലെന്ന് വെച്ചാൽ കുളത്തിലെല്ലാം ഉണ്ടാവും ഈ എന്താ പറയുക അമീബിക് മസ്തിഷ്ക ജ്വരമൊക്കെ വന്നതിന് ശേഷം ഒരു ടെൻഷനാണ് കേട്ടോ. ഈ തോട്ടിലും അതുപോലെ തന്നെ കുളങ്ങളിലൊക്കെ പോയിട്ട് കുളിപ്പിക്കാനും നീന്താനൊക്കെ ഒരു ടെൻഷൻ തന്നെയാണ്. അവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക കെട്ടിക്കിടക്കുന്നില്ലേ, കുളത്തിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് പോയിക്കൊണ്ട് നിൽക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ തോടിലെന്ന് വെച്ചാൽ ഇപ്പം വെള്ളം ഇല്ല, കാണാനേ ഇല്ല. ആ ഒരു ഇതും വൃത്തികേടും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് പിന്നെ കുട്ടികളൊന്നും പോയിട്ട് കളിപ്പിക്കാനും ഇതൊന്നും നിൽക്കാത്തത്. പക്ഷേ നേരെ മറിച്ച് പുഴയിലെ വെള്ളം എന്നെല്ലാം പറയുമ്പം നല്ല വെള്ളമെല്ലാമാണെങ്കിൽ മസ്റ്റായിട്ടും നീന്തൽ പഠിപ്പിക്കാനൊക്കെ പറ്റിയ സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് ഭയങ്കര ആർമാദിച്ചിട്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ തുള്ളിക്കൊണ്ടിരുന്നത്. ഏട്ടനൊരുവിധം നീന്താനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഉണ്ടായില്ല. പണ്ടൊക്കെ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ അവിടെ വീടിനടുത്തുള്ള ഡാമിലൊക്കെ പോയിട്ട് നീന്തൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നീന്തൽ അറിയായിരുന്നു, കുളിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഏട്ടൻ ഈ പറയുന്ന പോലെ നീന്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കണ്ടിരിക്കാനൊരു രസം കേട്ടോ. നമ്മളൊരു പാറേൻ്റെ മുകളിൽ ഒരു സൈഡിലിരുന്നിട്ട് ഇവർ നീന്തുന്നൊക്കെ കണ്ട് രസിച്ചിരുന്നു കേട്ടോ. എത്ര വീഡിയോസ് എടുത്താലും മതിയാവില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഇറങ്ങി കുളിക്കണം എന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ പ്ലാനിങ് ചെയ്തിട്ടൊന്നുമല്ലല്ലോ വന്നത്, അപ്രതീക്ഷിതമായിട്ട് എത്തിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കണ്ടിരുന്നു കേട്ടോ. ഇവർ നന്നായിട്ട് ആസ്വദിച്ചു. അപ്പം മക്കളോട് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ ട്രിപ്പിന് ഇറങ്ങിയതാണല്ലോ, അപ്പോൾ ഏറ്റവും അവർക്ക് ഇഷ്ടമായത് ഈ പുഴയിലുള്ള കുളിയാണ് കേട്ടോ. അവിടെ പോയതിനേക്കാളും ഇഷ്ടമായത് പറഞ്ഞത് ഇവിടെ വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ആയിക്കോട്ടെ, നമ്മളൊരു വണ്ടർലേ പോയൊരു ഫീലാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ നന്നായിട്ട് ആസ്വദിച്ചു. കൂടെ എന്ന് വെച്ചാൽ നമ്മൾ നിന്ന ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ട് നിൽക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നന്നായിട്ട് കൂടുതലും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു കേട്ടോ. അവരുടെ ഫാമിലി ആവട്ടെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്ത് ഉണ്ടാക്കി തരേണ്ടതാവട്ടെ, ഇത് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് ഇറങ്ങലാന്ന് പറഞ്ഞു വേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാം, ഇവിടെയൊക്കെ കുറേ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ 2-3 ദിവസം മുന്നേ പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതൽ നിൽക്കുക എന്ന് പറയുമ്പം അത് വലിയ വിഷമാവും. നമുക്ക് തന്നെ എന്താ പറയുക ചൂടും സഹിക്കാനാവുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചൂടിൽ നിന്നും ഒരു രക്ഷ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോയിട്ടുണ്ടായത്. അപ്പം ഇവിടെ ഇങ്ങനെ ചൂടത്ത് കുട്ടികളെയും കൊണ്ട് കുറേ നേരം നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. 2-3 ദിവസം കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം കൂടി കവർ ചെയ്യലാണെങ്കിൽ കുറച്ചുകൂടി സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക ചൂടൊന്നും ഇല്ലാത്തൊരു ടൈമിൽ നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം എന്താ പറയുക മക്കൾക്കൊരു വലിയൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു. അവരിങ്ങനെ പറഞ്ഞുകൊടുക്കില്ലായിരുന്നു നമുക്ക് ഇന്ന് പോകണ്ട, ഇറങ്ങുന്നേ ഉണ്ടായിട്ടില്ല. പുഴയിൽ നിന്ന് നമ്മൾ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞു ഇന്ന് പോകണ്ടാമേ, പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ മൂക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പുഴയിലൊക്കെ കളി എന്നൊക്കെ പറഞ്ഞ് വെള്ളം എല്ലാ കുട്ടികൾക്കും ഇഷ്ടാവില്ലേ, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും പൊതുവിൽ വെള്ളം ഭയങ്കര ഇഷ്ടമാവുമല്ലേ. അപ്പം പുഴയിലൊക്കെ കുളിക്കുക അല്ലെങ്കിൽ പുഴയിൽ നിന്ന് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ പുഴയിൽ എന്നല്ല ഏത് വെള്ളത്തിലാവട്ടെ കളിക്കുമ്പം പിള്ളേർക്ക് എന്തായാലും ഇഷ്ടമാകും കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ ആരൂട്ടനും അച്ചൂട്ടനും ഈ ചെറുപ്പത്തിലായ സമയത്ത് കുഞ്ഞതായ സമയത്ത് നമ്മളൊരു സ്വിമ്മിംഗ് പൂളിൽ പോലെ ചെറിയൊരു നമ്മളെ എന്താ പറയുക ഈ കാറ്റ് നിറച്ചിട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് കുറച്ച് ടോയ്സൊക്കെ വെച്ചിട്ട് അവരെ കൊണ്ട് കളിപ്പിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ജലദോഷവും ഇതെല്ലാം പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇവരെ കൂടുതലും വെള്ളത്തിൽ കളിപ്പിക്കാത്തത്. ഇത് ശരിക്കും അവർക്ക് എന്താ പറയുക ലോട്ടറി അടിച്ച പോലെ ഇരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു.